സാർ, ഇപ്പം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുകയാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ഈ പോൾ സർവേകളൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാജ്യത്തിൻ്റെ മൊത്തം ഒരു മൂഡ് ഏത് രീതിയിലേക്കായിരിക്കും പോവുക? സാർ എങ്ങനെയാണ് വിലയിരുത്തുക? അല്ല, ഞാൻ വിലയിരുത്തേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ടുഡേ സീ വോട്ടർ അവരുടെ മൂഡ് ഓഫ് ദി നേഷൻ. ഈ ഇന്ത്യ ടുഡേ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തും ഇന്ത്യ ടുഡേയിൽ മൂഡ് ഓഫ് ദി നേഷൻ എന്ന് പറഞ്ഞ സർവേ വരുമായിരുന്നു. അന്ന് മൂഡ് ഓഫ് ദി നേഷൻ സർവേ നടത്തിയിരുന്ന ആളാണ് പ്രണയ് റോയ്. അദ്ദേഹം അന്ന് ഇന്ത്യ ടുഡേക്ക് വേണ്ടി സെഫോളജിസ്റ്റ്, തെരഞ്ഞെടുപ്പ് ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക് ഈ മൂഡ് ഓഫ് ദി നേഷൻ പോള് നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ പല പോളുകളും ശരിയായപ്പോൾ അദ്ദേഹം ഒരു താരമായി. സെഫോളജി എന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ശാസ്ത്രം ഇന്ത്യയിൽ അന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഒരു മൂഡ് ഓഫ് ദി നേഷൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ടുഡേ തുടരുന്നുണ്ട്. രാജ്ദീപ് സർദേശായി ഒക്കെ ആ കാലത്ത് ഇന്ത്യ ടുഡേയിൽ പത്രപ്രവർത്തകനായിരുന്ന ആളാണ്, ഈ ചാനലിൽ വരുന്നതിന് മുമ്പേ. ഇത് ഇന്ത്യ ടുഡേ RSSന്റെയോ BJPയുടെയോ ഒന്നും ഒരു അനുകൂല ചാനലല്ല, വിരുദ്ധ ചാനലാണ് താനും. കിട്ടുന്ന തക്കത്തിനൊക്കെ BJPക്കും മോദിക്കും എതിരെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാനലാണ്. പക്ഷെ അവര് നടത്തിയപ്പോൾ ആദ്യം ബീഹാറിന്റെ കാര്യം പറയാം. ബീഹാറിൽ ഭൂരിപക്ഷം NDAക്ക് കിട്ടും. ബീഹാർ NDA ആയിരിക്കും ഭരിക്കുന്നത്. അതാണ് മറ്റേ രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്രയുടെ ഗുണം. അതാണ് NDA വീണ്ടും അധികാരത്തിലേറ്റും. പിന്നെ അതിനു പുറമെ ഇപ്പം മോദിയുടെ അമ്മയെ തെറിയഭിഷേകം നടത്തിയിട്ടുണ്ടല്ലോ കോൺഗ്രസ്സുകാർ, അതിൻ്റെ ബാക്കിയും കൂടി കിട്ടുമായിരിക്കും. അപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷാവസാനം നടക്കുമ്പോൾ 243 സീറ്റിൽ 136 സീറ്റോടുകൂടി NDA വിജയിക്കും എന്നാണ് മൂഡ് ഓഫ് ദി നേഷൻ ഇന്ത്യ ടുഡേയുടെ ഈ പോളിൽ സർവേയിൽ കാണുന്നത്. അപ്പോൾ RJDയും കോൺഗ്രസും കൂടി അവർക്ക് കിട്ടുന്നത് വെറും 75 സീറ്റ് മാത്രമായിരിക്കും. അതുപോലെ AIMIM ഒവൈസിയുടെ അവർക്ക് 3 സീറ്റ് കിട്ടും. പ്രശാന്ത് കിഷോർ ബീഹാറുകാരനാണല്ലോ, പലർക്കും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ. ഇപ്പോൾ മറ്റേ വിജയ് ഇല്ലേ തമിഴ്നാട്ടിലെ, വിജയ്ക്കും പറഞ്ഞു കൊടുക്കുന്നത് പ്രശാന്ത് കിഷോറാണല്ലോ. പക്ഷെ വിജയ് വന്നതുകൊണ്ട് വിജയ്ക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല, DMKക്ക് ആയിരിക്കും അതിൻ്റെ ഗുണം എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അപ്പോൾ AIMIM പ്രശാന്ത് കിഷോറിൻ്റെ JSPക്ക് 2 സീറ്റ് കിട്ടും എന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. BSPക്ക് 1 സീറ്റ്. അപ്പോൾ ജൻ സുരാജ് പാർട്ടി, അതാണ് JSP പ്രശാന്ത് കിഷോറിൻ്റെ 2 സീറ്റ് കിട്ടും എന്ന് പറയുന്നത്. അപ്പോൾ അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞത് തന്നെ ഇപ്പോൾ നടക്കുകയാണെങ്കിൽ ബീഹാറിൽ അപ്പോഴും NDAക്കാണ് മുൻതൂക്കം കിട്ടുക. NDAക്ക് 30 മുതൽ 32 സീറ്റ് വരെ കിട്ടും ലോക്സഭ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നാൽ. 2024 കിട്ടിയത് 30 സീറ്റാണ്, അതിൽ നിന്ന് കൂടുതലാണ് കിട്ടുന്നത്. ഇന്ത്യ മുന്നണിക്ക് 9 സീറ്റാണ് നിലവിലുള്ളത്, അത് 8ആയിട്ട് ചുരുങ്ങും എന്നാണ് വരുന്നത്. NDAയുടെ വോട്ട് ഷെയർ ലോക്സഭയിൽ 47% നിന്ന് 50% ആകും. അതുപോലെ ഇന്ത്യ മുന്നണിയുടേത് 39% ഇപ്പോൾ ഉള്ളത്, അത് 44% കൂടും വോട്ട്. എന്നാലും അത് സീറ്റായിട്ട് കൺവെർട്ട് ചെയ്ത് കിട്ടില്ല. സീറ്റ് 9ൽ നിന്ന് 8ആയിട്ട് കുറയുകയാണല്ലോ ചെയ്യുന്നത് ലോക്സഭ. ഇതാണ് പോളിൽ കാണുന്നത്. പിന്നെ സിനിജി ചോദിച്ചത്, ഇന്ത്യയിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ അത് ഇപ്പോൾ 2024 നടന്നതിൽ നിന്ന് NDA നിലം മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുക. BJPയും നിലം മെച്ചപ്പെടുത്തും എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ NDAക്ക് കിട്ടുന്നത് 324 സീറ്റായിരിക്കും ഇപ്പം തെരഞ്ഞെടുപ്പ് നടന്നാൽ. പ്രതിപക്ഷത്തിന് കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് 208 സീറ്റേ കിട്ടുള്ളൂ. അപ്പോൾ 2024 കോൺഗ്രസ് മുന്നണിക്ക് 234 സീറ്റ് ഉണ്ടായിരുന്നു, അതാണ് 208ആയിട്ട് കുറയാൻ പോകുന്നത്. ഇതാണ് ഈ രാഹുലിൻ്റെ ഒക്കെ യാത്ര കൊണ്ടുണ്ടാവുന്ന ഗുണം. ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 14 വരെയുള്ള തീയതികളിലാണ് ഈ പോള് നടന്നത്.
54,788 വ്യക്തികളോട് ചോദിച്ചു. 1,52,038 ഇന്റർവ്യൂസ് അവർ നടത്തിയിരുന്നു ട്രാക്കർ ഡാറ്റ വെച്ചിട്ട്. അങ്ങനെ ആകെ 2,00,000 ചില്ലുവാനം ആളുകളോട് ചോദിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2024 NDAക്ക് കിട്ടിയത് 293 ആ 293 ഇപ്പോൾ 324 കൂടുന്നത്. ഇപ്പം തെരഞ്ഞെടുപ്പ് നടന്നാൽ BJPക്ക് 240 സീറ്റ് ആണ്. അപ്പോൾ ഭൂരിപക്ഷത്തിന് 272 വേണ്ടിയിരുന്നു. ആകെ 543 സീറ്റ് 2024. അപ്പോൾ അത് പിന്നെ മറ്റ് ഘടകകക്ഷികളും ഒക്കെ ചേർന്നപ്പോൾ 293 കിട്ടി. അതാണ് സംഭവിച്ചത്. ഇനി BJPക്ക് മാത്രമായിട്ട് 260 സീറ്റ് കിട്ടും. കാരണം കഴിഞ്ഞ തവണ BJPക്ക് 240 ആയിരുന്നല്ലോ, 20 സീറ്റ് അധികം കിട്ടും. അപ്പോൾ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ BJP നില മെച്ചപ്പെടുത്തിയിരുന്നു എന്ന് നമുക്കറിയാം. ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ തിരിച്ചു വന്നു. BJPയുടെ തിരിച്ചുവരവുണ്ടായി. ആ തിരിച്ചുവരവ് നിലനിൽക്കുന്നു ഇപ്പോഴും. മോദിയുടെ ജനപ്രിയത, പോപ്പുലാരിറ്റി അതും നിലനിൽക്കുന്നു എന്നാണ് കാണുന്നത്. ഈ മൂഡ് ഓഫ് ദി നേഷൻ പോള് ഫെബ്രുവരിയിൽ നടന്നിരുന്നു. ഈ കൊല്ലം ഫെബ്രുവരി കഴിഞ്ഞിട്ട് ഇപ്പം നടന്നതാണ്. ഫെബ്രുവരിയിൽ നടത്തിയപ്പോൾ ഫെബ്രുവരിയിലെ സർവേയിൽ 281 സീറ്റ് BJPക്ക് കിട്ടും എന്നാണ്. ഇപ്പം 260 എന്നല്ലേ പറയുന്നത്, 280 എന്ന് പറഞ്ഞിരുന്നു. NDAക്ക് ആകെ 343 സീറ്റ് കിട്ടും എന്നും പറഞ്ഞിരുന്നു. അതിൽ നിന്ന് ഏതാണ്ട് 19 സീറ്റ് കുറവാണ് ഇപ്പോൾ പറയുന്നത്. കോൺഗ്രസിന് 97 കിട്ടും എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. 2024 99 ആയിരുന്നു. ഫെബ്രുവരിയിൽ 78 സീറ്റ് കോൺഗ്രസിന് കിട്ടുള്ളൂ എന്നാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വോട്ട് ചോരി ഒക്കെ പറഞ്ഞിട്ട് ഇതാണ് സംഭവിക്കുന്നത്. NDAയുടെ വോട്ട് ഷെയർ 46.7% ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടന്നാൽ കിട്ടുന്നത്. 2024 44% 2% കൂടുതലാണ് കിട്ടാൻ പോകുന്നത്. ഇന്ത്യ മുന്നണിക്ക് 40.9% ആയിരിക്കും കിട്ടുന്നത്. മോദിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ 58% വോട്ടർമാരും മോദി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ നല്ല മുഖ്യമന്ത്രിമാരാരാണ് എന്നുള്ള ഒരു പോൾ ഉണ്ടായിരുന്നു. അതിൽ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന അസമിലെ ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ഹിമന്ത ബിശ്വ ശർമ്മ വളരെ ആക്റ്റീവാണ്. അദ്ദേഹം പറയുന്നത് പലപ്പോഴും നമ്മളും ചർച്ച ചെയ്യാറുണ്ട് ഇവിടെ, ദേശീയതയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ, ബംഗ്ലാദേശിന്റെ നുഴഞ്ഞുകയറ്റം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. 2ാം സ്ഥാനത്ത് ഛത്തീസ്ഗഡിലെ വിഷ്ണുദേവ് സായി, ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ, 3ാമത്തത് ഗുജറാത്തിലെ ഭൂപേന്ദ്ര പട്ടേൽ, 4ാമത്തത് യോഗി ആദിത്യനാഥ്. ഇങ്ങനെയാണ് മുഖ്യമന്ത്രിമാര്. 6 മാസം മുമ്പ് മറ്റേ മൂഡ് ഓഫ് ദി നേഷൻ നടന്നപ്പോൾ കേരളത്തില് ഇടതു മുന്നണിയുടെ വോട്ട് ശതമാനം ഇടിയുന്നു എന്ന് കണ്ടിരുന്നു, വലിയ ഇടിവ്. ഇപ്പോഴത്തെ മൂഡ് ഓഫ് ദി നേഷൻ ഇന്നോ മറ്റോ നമ്മൾ അറിയുള്ളൂ. കോൺഗ്രസിനും UDFനും 2024 വിജയം ആവർത്തിക്കും എന്നും കണ്ടിരുന്നു. BJPക്ക് 2 സീറ്റ് കിട്ടും എന്ന് കണ്ടിരുന്നു. LDFന്റെ വോട്ട് ശതമാനം കുറയും. 2024 17% നിന്ന് BJPക്ക് 7% വോട്ട് കൂടും, 24 കൂടും. അപ്പോൾ അത് വലിയ വിജയത്തിലേക്ക് വരികയാണ് BJP എന്ന്. LDFന് 2% വോട്ട് പോകും. അതായത് BJP 24%, UDFന് 42%, LDFന് 30%. വെറും LDF കീഴ്പോട്ട് വല്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു. UDFുമായിട്ടുള്ള വ്യത്യാസം 12%. UDFനും LDFനും 1% മുതൽ 2% വരെ കുറയും എന്നാണ്. അപ്പോൾ ഇത് കേരളവുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നപ്പോൾ ഈ സി വോട്ടറിൻ്റെ സ്ഥാപകൻ, അതിൻ്റെ ഡയറക്ടർ യശ്വന്ത് ദേശ്മുഖ് പറഞ്ഞത് 15 വർഷങ്ങൾക്ക് മുമ്പ് ത്രിപുരയിലും പശ്ചിമ ബംഗാളിലൊന്നും BJP ഉണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ചു വന്നു. ഇടത് വോട്ടുകൾ BJPയിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇത് തന്നെ കേരളത്തിലും സംഭവിക്കാം. കാരണം കേരളത്തിൽ ഇതുവരെ ഹിന്ദു പാർട്ടി ആയിരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അത് മാറും എന്നാണ് ഈ
വോട്ട് മാറ്റത്തിൽ നിന്ന് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടത് വോട്ടുകൾ മറ്റേ BJP-യിലേക്ക് പോയി. BJP ത്രിപുരയിലുമൊക്കെ വന്നതുപോലൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാകാം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ പുതിയ പോൾ എന്താണെന്നുള്ളത് ഇന്നോ മറ്റോ വരുള്ളൂ. പക്ഷെ ഇന്ത്യയിലെ കാലാവസ്ഥയും ബീഹാറിലെ കാലാവസ്ഥയും ഇന്ത്യക്ക് വലിയ തോതിൽ അനുകൂലമാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പറയുന്ന വോട്ട് യാത്ര ഇങ്ങനെയുള്ള ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല എന്നല്ലേ മനസ്സിലാക്കുന്നത്? ബീഹാറിൽ മാത്രമല്ല, രാജ്യത്ത് എവിടെയും ഒരു സ്വാധീനം ഉണ്ടാകുന്നില്ല. ഒരു സ്വാധീനവും കോൺഗ്രസിനില്ല. കോൺഗ്രസിന് പ്രാദേശിക പാർട്ടികളുടെ സ്വാധീനം പോലും ഇല്ല. പ്രാദേശിക പാർട്ടികളുടെ തോളത്ത് നിന്നിട്ടാണ് ഇപ്പോൾ ദേശീയ പാർട്ടി ആയിരുന്നില്ലേ ഒരിക്കൽ. ഇപ്പൊ RJD ആണ് സത്യത്തിൽ ആ റാലി മുഴുവൻ സംഘടിപ്പിക്കുന്നത്. അത് മുസ്ലിം വോട്ട് കിട്ടുമെന്ന് മാത്രമാണ് നോക്കുന്നത്. ഹിന്ദു വോട്ട് 7 ഏലത്ത് കിട്ടില്ല. അതുപോലെ തന്നെ യു പിയില് അഖിലേഷ് യാദവിന്റെ തോളത്ത് യാത്ര ചെയ്തിട്ടല്ലേ റായ്ബറേലിയിലും അമേഠിയിലും ഒക്കെ ജയിക്കുന്നത് പോലും കോൺഗ്രസ്, അത്തരം കീശമണ്ഡലങ്ങളിൽ പോലും ജയിക്കുന്നത്. ബീഹാറിലെ വോട്ട് ലാക്കാക്കിയവര് ഹമാസ് അനുകൂല നിലപാട് സോണിയാഗാന്ധി ഒരു ലേഖനത്തിൽ എടുത്തിരുന്നു. ഇപ്പോൾ അവിടെ നമ്മൾ കണ്ടല്ലേ, ഒരു കോൺഗ്രസിന്റെ മുസ്ലിം നേതാവ് റഷീദ് സംഘടിപ്പിച്ച യോഗത്തിലാണ് മോദിയുടെ അമ്മയെ തെറി പറഞ്ഞിരിക്കുന്നത് ബീഹാറിൽ. ഇത്തരം സംഭവങ്ങളൊക്കെ മതി. ഈ തെരഞ്ഞെടുപ്പിൽ സ്വിംഗ് ആണല്ലോ ബാധകമായി വരുന്നത്. വോട്ട് മാറ്റം 2%, 3%, 2%, 3% വോട്ട് മാറിയാൽ തന്നെ കുറെ സീറ്റുകളായിട്ട് അത് മാറും. 8ഉം 10ഉം സീറ്റൊക്കെ ആയിട്ട് മാറും. അപ്പോൾ വലിയ ഭൂരിപക്ഷമാണ് NDAക്ക്, BJP നേതൃത്വം കൊടുക്കുന്ന NDAക്ക് ബീഹാറിൽ ഉണ്ടാകാൻ പോകുന്നത്. അതാണ് മൂഡ് ഓഫ് ദി നേഷൻ സർവേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.